അപ്പോൾ സോപ്പ് സ്റ്റുഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇരട്ടി മധുരത്തിൻ്റെ ഓയിൽ വെച്ചിട്ട് നമ്മൾ ഗ്ലിസറിൻ ബേസിലാണ് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്ലിസറിൻ ബേസിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇരട്ടി മധുരം യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൗഡറായിട്ട് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് ഓയിലായിട്ട് യൂസ് ചെയ്യാം. അതായത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കിഴി കെട്ടിയിട്ട് നമ്മൾ ഇരട്ടി മധുരത്തിൻ്റെ പൊടി കിഴി കെട്ടി ഇടുക. അത് കിഴി കെട്ടിയിട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പൗഡറായിട്ട് യൂസ് ചെയ്യാം. പൗഡറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 25 ഗ്രാം വരെ നമ്മൾ പൗഡർ യൂസ് ചെയ്താൽ മതിട്ടാ. പിന്നെ ഇരട്ടി മധുരത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ധാരാളം ഗുണങ്ങളുള്ളൊരു വസ്തു കൊണ്ടാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ഇരട്ടി മധുരത്തിൻ്റെ വേരാണ് നമ്മൾ മരുന്നുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ആയുർവേദത്തിൽ ഒരുവിധം 90% മരുന്നുകളിലും ഇരട്ടി മധുരം ഉപയോഗിക്കുന്നുണ്ട്. അത്രയ്ക്ക് അധികം ഗുണമുള്ള ഒരു വസ്തുവാട്ടോ നമ്മുടെ ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ഇരട്ടി മധുരം പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡോക്ടറുകളില്ലേ, കരിമംഗലി എന്നൊക്കെ പറയുന്ന ഒരു ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നത് ഈ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ ഗുണങ്ങൾ പിന്നെ സ്കിന്ന് രോഗങ്ങളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ തടയാനായിട്ട് ഏറ്റവും കൂടുതൽ ഫലപ്രദമാണ് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ സോപ്പൊക്കെ. അപ്പോൾ എല്ലാവരും ഇരട്ടി മധുരത്തിൻ്റെ സോപ്പൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. അതുപോലെ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ഒരു ഫേസ് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ സോപ്പിൻ്റെ ബേസ് അതുപോലെ കളറ് ഫ്രാഗ്രൻസൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തു. പിന്നെ സോപ്പുകൾ ഗ്ലിസറിൻ സോപ്പുകളായാലും ഓയിൽ സോപ്പുകളായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് ഇടുന്നാലോ. കണ്ടില്ലേ നമ്മുടെ ബേസ്, നമ്മളൊരു 300 ഗ്രാം ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ, 3 സോപ്പിലേക്ക്. അത് നമ്മുടെ ബീക്കറിലേക്ക് ഇടുക, മെൽറ്റ് ചെയ്യുക. നല്ല ക്ലിയർ ബേസാണ്, ബീക്കറിലേക്ക് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിൽ മെത്തേഡാണ്. നന്നായി മെൽറ്റ് ആവട്ടെ, ഞാൻ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ ബേസൊക്കെ നന്നായി മെൽറ്റ് ചെയ്യേണ്ടി കണ്ടില്ല, നല്ല കളറാണ് കണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് 10 മില്ലി വെളിച്ചെണ്ണയും ഒരു 1/2 ഗ്രാം ഇരട്ടി മധുരം ഇട്ടിട്ട് നന്നായി ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ അരിക്കേണ്ട ഒഴിക്കുന്നുണ്ട്, നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്ത് കാണുന്നത് ഇതിൽ ഓറഞ്ചിൻ്റെ ഓയിലായിട്ട് എടുത്ത് കാണുന്നത്. നിങ്ങൾക്ക് സാധാ വെളിച്ചെണ്ണ ഉള്ളെങ്കിൽ അതെടുത്താലും മതിയിട്ട്. നേരത്തെ ഓയിൽ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓയിലിൽ ഓറഞ്ചിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, ഓറഞ്ചിൻ്റെ തൊണ്ടിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട്. അതിന് പകരം ഞാൻ ഓറഞ്ചിൻ്റെ ഓയിലാട്ടയിൽ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ചൂടാക്കി ഒരു 10 മില്ലി ഓറഞ്ച് ഓയിലും ഒരു 1/2 ഗ്രാം നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറും ചേർത്തിട്ട് ചൂടാക്കിയിട്ട് അതാണ് ഞാൻ അരിച്ചു വെച്ചിട്ടുള്ളത്. നമുക്കിത് മതി. നമുക്ക് ഇനി അതിലേക്ക് ഫ്രാഗ്രൻസ് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ചേർത്തോട്ടെ. ഞാൻ ബേബി ഫ്രാഗ്രൻസ് ചേർക്കുന്നത്, എനിക്ക് നല്ല ഇഷ്ടമുള്ള സ്മെല്ല, അതുകൊണ്ടാണ്. ഒരു 6 മില്ലി ഒരു മൂടി പിന്നെ കുറച്ചും കൂടി ചേർത്തുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കളറൊക്കെ എനിക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ആയിരിക്കും ഇറങ്ങും. ഇനി നമ്മളത് നമ്മുടെ മോഡിലേക്ക് ഒഴിക്കുക കേട്ടോ. ഗോൾഡൻ കളർ വരും. ഇപ്പോൾ അതവന് പൊന്തിക്കണമെങ്കിൽ നമുക്ക് കളയാൻ ഞാൻ നമ്മളോട് പറഞ്ഞില്ലേ, റബ്ബിങ് ആൽക്കഹോൾ അടിച്ചു കൊടുത്താൽ മതിട്ടാ. അല്ലെ നമ്മുടെ പാത്രത്തിനൊന്നും പൊന്നില്ല, കറക്റ്റ് ബേസാണ്, നല്ല ബേസാണ്. ചില ബേസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ ഇനി ഇത് നമ്മൾ റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് പതുക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ ഗ്ലിസറിൻ്റെ സോപ്പ് റെഡി ആയിട്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഓക്കെ, നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോളേ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ സോപ്പൊക്കെ നന്നായി സെറ്റായിട്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല മിനുസൊക്കെ ഉണ്ട് കേട്ടോ. ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ, കുറച്ച് അരിച്ചിറക്കിയിട്ട് ആ നൈസ് പൊടി ചെയ്തുകൊണ്ടേ പൊടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഇരട്ടി മധുരത്തിന് നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ. ഇരട്ടി മധുരത്തിൻ്റെ സോപ്പ് കണ്ട, ഗ്ലിസറിൻ സോപ്പാണ്. നമ്മൾ ഓയിൽ സോപ്പ് ഉണ്ടാക്കി നിങ്ങളെല്ലാവരും കണ്ടില്ലേ. പിന്നെ ഗ്ലിസറിൻ സോപ്പ് എങ്ങനെ ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഉണ്ടാക്കാട്ടെ വീട്ടിൽ. ഓക്കെ, അതെ അടിപൊളി സോപ്പ്. അപ്പോഴേ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ സോപ്പ്. എന്നിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ ഫേസ് പാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മുഖം ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയിട്ട് നമ്മൾ 1/2 ടീസ്പൂണ്, നമുക്ക് ആവശ്യത്തിന് 1/2 ടീസ്പൂണ് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയുടെ പൊടിയും പിന്നെ
പച്ചപ്പാലും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് 10 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. മുഖത്തെ കറുത്ത പാടുകളൊക്കെ ഡോട്ടുകൾ വരില്ല, അതൊക്കെ പോയി നമ്മുടെ നല്ല സ്കിന്നായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.